ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിന് കീഴിലും സഹകരണ വകുപ്പിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര നിയമനമാണ്. കേരള PSC വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 691/2023 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 19,050 മുതൽ 52,800 രൂപ വരെയാണ്. ടോട്ടൽ 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല. ഈ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 2 വർഷത്തെ സർവീസിനുള്ളിൽ 1 വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1983 1/1/2005 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുണ്ടായിരിക്കണം. കൂടാതെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള 3 വർഷത്തെ പ്രാബല്യത്തിലുള്ളതായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും, അതായത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി, എഴുത്തു പരീക്ഷാ തീയതി, പ്രായോഗിക പരീക്ഷാ തീയതി, ഇൻ്റർവ്യൂ തീയതി, നിയമന തീയതി എന്നീ തീയതികളിൽ പ്രാബല്യത്തിലുള്ളതായിരിക്കണം. ഇതിലേക്ക് മെഡിക്കൽ ഫിറ്റ്നസ് വരുന്നുണ്ട്. ചെവി പരിപൂർണ്ണ ശ്രവണ ശക്തി ഉണ്ടായിരിക്കണം. കണ്ണ് 2 കണ്ണുകളും ദൂരക്കാഴ്ച 6/6 സ്നെല്ലനും സമീപ കാഴ്ച 0.5 സ്നെല്ലനുമാണ്. നിശാന്തത ഉണ്ടായിരിക്കാൻ പാടില്ല. പേശികളും സന്ധികളും തളർവാദം ഉണ്ടായിരിക്കരുത്. എല്ലാ സന്ധികളും ആയാസരഹിതമായി ചലിപ്പിക്കുന്നവയായിരിക്കണം. നാഡീവ്യവസ്ഥ പൂർണ്ണമായും സാധാരണ നിലയിലുള്ളതും പകർച്ചവ്യാധികളിൽ നിന്നും മുക്തവുമായിരിക്കണം. ഉദ്യോഗാർത്ഥികളുടെ ഡ്രൈവിംഗിലുള്ള പ്രാവീണ്യം പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രായോഗിക പരീക്ഷ കമ്മീഷൻ നടത്തുന്നതാണ്. ടെസ്റ്റിൽ വിജയിക്കുന്നവരെ മാത്രമേ റോഡ് ടെസ്റ്റിന് പങ്കെടുപ്പിക്കുകയുള്ളൂ. അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൽ പ്യൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 696/2023 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 16,550 മുതൽ 42,950 രൂപ വരെയാണ്. ടോട്ടൽ 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1983 1/1/2005 ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം. നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള നിയമനത്തിന് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളും സ്ത്രീകളും അർഹരല്ല. സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന യോഗ്യതയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് സഹകരണ വകുപ്പിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 686/2023 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 26,500 മുതൽ 60,700 രൂപ വരെയാണ് ലഭിക്കുക. ടോട്ടൽ 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1987 1/1/2005 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് UGC അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നോ, ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ നേടിയ ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും നേടിയ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഈ 3 നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന്
കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31/1/2024 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.